അപ്പോൾ അഞ്ജലി ചേച്ചി ജൂനിയർ മോളിക്കുലർ ബയോളജിസ്റ്റ് വീറ്റയിൽ നിന്ന് മോളിക്കുലർ ലാബ് ടെക്നോളജിസ്റ്റ് മൈക്രോജിനോമിക്സ് എന്നുള്ള ഒരു പോസ്റ്റിലോട്ട് ഒരു എൻട്രി ആണ് ഇപ്പോൾ ചേച്ചിക്ക്. അപ്പോൾ വാട്ട്സ് ഇൻ യുവർ മൈൻഡ് ഇപ്പോൾ? അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനിവിടെ ജോയിൻ ചെയ്ത് PG കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ചുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറിവാണെങ്കിലും കുറവായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ വന്ന് 1 ഇയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ വേറൊരു പൊസിഷൻ കിട്ടുമ്പോൾ ശരിക്കും ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ 1 ഇയർ ആൻഡ് മോർ. അപ്പോൾ ഈ ഒരു ജേർണിയുടെ ഒരു മേജർ എക്സ്പീരിയൻസ് മൊമെൻറ്റ്സ് ഒക്കെ എടുത്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രീ ആയിരുന്നു. അതായത് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനും എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേജറായിട്ടൊരു കീ ബെനിഫിറ്റ്സ്, ചേച്ചിയുടെ കരിയറിലേക്ക് ഒരു കീ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? കീ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളിക്കുലർ ഇത് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന മേജറായിട്ടുള്ള എല്ലാ ടെക്നിക്കൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിക്കാനും എല്ലാത്തിനും എനിക്ക് ഇവിടെ നിന്ന് പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഇവിടെ നിന്ന് ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. PG കഴിഞ്ഞ ഒരു അഞ്ജലിയിൽ നിന്ന് ഇപ്പോൾ ഒരു മോളിക്കുലർ ലാബ് ടെക്നോളജിസ്റ്റ് അഞ്ജലി എന്നുള്ള ആ ഒരു ചേഞ്ചിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ചേച്ചിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് ഭയങ്കര ചേഞ്ചാണ്. കാരണം PG ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നും അങ്ങനെ അറിയില്ല. തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നല്ലാണ്ട് മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോഷർ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ പുറത്ത് പോയാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ടെക്നിക്സ് എല്ലാം ചെയ്യാനും എക്സ്പെരിമെൻറ്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്യാനൊക്കെ പറയാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ചേച്ചിയുടെ ഇപ്പോൾ കറണ്ട് അപ്ഡേറ്റ്, ചേച്ചി ഇപ്പോൾ ഏത് പോസ്റ്റിലാണ് പോയിരിക്കുന്നത്? ആ പോസ്റ്റിലോട്ട് എത്താനുള്ള ചേച്ചിയുടെ വഴികൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഇവിടെ ഞാൻ ജൂനിയർ മോളിക്കുലർ ബയോളജിസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയേക്കുന്ന പോസ്റ്റ് മോളിക്കുലർ ലാബ് ടെക്നോളജിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ മാതിരി തന്നെയുള്ള ടെക്നിക്സ് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ NGS ലാബൊക്കെ ഉണ്ട്. അപ്പോൾ അതും സീക്വൻസിങ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകാൻ തന്നെ കാരണം. അപ്പോൾ എനിക്ക് വിറ്റാജിനോമിക്സ് എനിക്ക് എപ്പോഴും നല്ല ഇഷ്ടമുള്ള ലാബാണ്. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്? നമ്മുടെ വിറ്റാജിനോമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഹൗ ഇസ് ദ കമ്പനി? കമ്പനി നല്ല അടിപൊളിയാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആണ്. പിന്നെ നമ്മൾ മെൻറ്റർ ചെയ്യാനായിട്ടും ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ഭയങ്കര അതിവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നുന്നത് ഇവിടെ മാത്രമാണ് അത്രയൊരു ഇത് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ ഒരു മെമ്മറബിൾ മൊമെൻറ്റ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നാണ്. അതായത് കുറേ നാൾ മുന്നൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോഴും ഒരു 3 o'clock കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര അതെന്ന് വെച്ചാൽ നമ്മൾ ടെൻസ് ഫ്രീ ആയിട്ട് ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് എല്ലാ ദിവസവും ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു ദിവസത്തിൽ ചിലപ്പോൾ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ആലോചിക്കുമ്പോൾ ആ ഒരു ദിവസം നല്ലതായിട്ട് തോന്നിയായിരുന്നു എപ്പോഴും. ചേച്ചിയുടെ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വിറ്റാജിനോമിക്സിലെ ജൂനിയർ മോളിക്കുലർ ബയോളജിസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഫ്രം ട്രെയിനി ആണ്. വുഡ് യു റെക്കമെൻഡ് ദിസ് പോസ്റ്റ് ടു ദ പബ്ലിക് ഓർ കമ്മിങ് ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് ഈ ഒരു പോസ്റ്റ് സജസ്റ്റ് ചെയ്യുമോ, റെക്കമെൻഡ് ചെയ്യുമോ? എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട്, അതായത് PG കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനും അവരുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനും ഇവിടെ നിന്ന് എന്തായാലും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യും വിറ്റാജിനോമിക്സ്. ഇനി ഞങ്ങൾ വീറ്റ ടീമിനോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എന്തായാലും ഇവിടുന്ന് ഒഫീഷ്യലി ഒരു റിസൈനിങ് ആണ്. എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് താങ്ക്സ് ആണ്. കാരണം കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ തന്നെ ഒരു മോഡിഫൈ ചെയ്യാനും നമുക്ക് തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇതാവാനും കുറച്ച് കോൺഫിഡൻ്റ് ആവാനും എല്ലാ കാര്യത്തിനും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും നല്ല ഗ്രേറ്റ്ഫുള്ളാണ് ഇവിടെ വന്ന് പെട്ടതിലും, ഇവിടുന്ന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിലും ഇവിടുന്ന് പോകുന്നതിലും എല്ലാത്തിലും. താങ്ക് യു അഞ്ജലി ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.